ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു വൈബ്സ് വിത്ത് ദേവി. ഇന്നത്തെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ തന്നെ പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി റെഡിയാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ കടലക്കറി തേങ്ങയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം വഴറ്റി മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല എന്നീ പൊടികളും ചേർത്ത് വഴറ്റി ചൂടാറിയ ശേഷം അരച്ച് 1 കപ്പ് കടല കൊഴുത്തതിലേക്ക് ചേർത്ത് വെള്ളവും ചേർത്ത് ഒരു 10-12 വിസിലടുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി. 10-12 വിസിൽ എന്ന് പറഞ്ഞത് അത് വെന്ത് നല്ല കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കറി. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാം നല്ലൊരു കോംബോ ആണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആയിക്കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കില്ലേ? എല്ലാവരും ബുക്സും ബാഗും ഒക്കെ വാങ്ങിയോ? ഈ റൗഡി ബേബീസിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളതിനേക്കാൾ അധികം അനാവശ്യമുള്ളതായിരിക്കും ചോദിക്കുന്നത്. എന്തായാലും ഈ പണീൻ്റെ ഇടയിൽ ഞാൻ അവരുടെ പിന്നാലെയും ഓടുന്നുണ്ട്. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധമാണല്ലോ. 1 കപ്പ് കടലയ്ക്ക് ഒരു 2.5-3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്ന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എന്താന്ന് പോലും കിട്ടില്ല. ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. ഒന്നും പറയാനുണ്ടാവില്ല ആ ടൈമിൽ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നത് പോലെയാണ്. കാരണം നമ്മൾ ഒരാളുടെ മുന്നിലിരുന്നിട്ട് നോർമലായിട്ട് സംസാരിക്കുന്ന പോലെയല്ലല്ലോ സംസാരിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് ഒരു വീഡിയോയ്ക്ക് വേണ്ടി വോയിസ് ഓവർ കൊടുക്കില്ലേ. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ചായ കുടി കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസത്തേക്ക് കടി വേണ്ടേ. അങ്ങനെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിയും ഉഴുന്നും കൂടി കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് തലവേദന പിടിച്ചു, എന്താണെന്നറിയില്ല. അപ്പോൾ ഒരു 12 മണി വരെ ഞാൻ വെറുതെ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ തന്നെ മുഴുവൻ ദിവസം ഇരിക്കാൻ പറ്റില്ലല്ലോ. അടുക്കള വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു, പാത്രം കഴുകിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഇരിക്കാമെന്ന്. ഞാൻ ആ സ്റ്റൗവിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉച്ചത്തേക്കുള്ള അരി ഇട്ടു. കറി ഞാൻ വേറെ വെക്കുന്നില്ല. രാവിലെ ഉണ്ടാക്കിയ കടലക്കറി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മീനും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചു. ഇതിൽ കുറേ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, എന്നാലും ഇത് തന്നെ എത്ര ഉണ്ടായിരുന്നു. പോരാത്തതിന് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്താലും അവിടേക്ക് ഫോണും കൊണ്ട് പോകണ്ടേ. എന്തായാലും വേണ്ടില്ല, ഇന്ന് ഞാനിത് ചെയ്തു. ചിലതൊക്കെ അറിയാതെ വിട്ടുപോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പോയി നോക്കുമ്പോൾ ക്യാമറ ഓഫായിരിക്കും. ചില കാര്യങ്ങൾ ക്യാമറ കറക്റ്റായിട്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷെ ചെയ്യുന്നത് തെറ്റായിരിക്കും. കാരണം ശ്രദ്ധ ക്യാമറയിലാണല്ലോ. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി 1 മണിക്കാണ്. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല. മറ്റേത് രാവിലെ ആണെങ്കിൽ നമുക്ക് പകുതി മുക്കാൽ ശ്രദ്ധയും നമ്മുടെ മക്കളെ മേത്തായിരിക്കും. പ്ലീസ് കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ പോലും അതവർ കേൾക്കില്ല. പിന്നെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പറയുന്നത് അതേപോലെ കേൾക്കാൻ അവർ റോബോട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. അവർ കളിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യട്ടെ. പിന്നെ ഈ പാത്രം കഴുകുന്നത് സ്പീഡിൽ കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വെട്ടിക്കുറച്ചിട്ടൊന്നുമില്ല, സ്പീഡ് കൂട്ടി അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചോട് കലന്തിട് ഉറവാലെ കാലങ്ങൾ മറന്നിട് നിലവോട് തിன்றലും വരും വേളை കായങ്ങൾ മറന്നിട്. രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് ഇതുപോലെ പാട്ട് പാടിയാലും എല്ലാവരും വിചാരിക്കും എനിക്ക് വല്ല ബാധയും കൂടിയും. സമയം കിട്ടിയപ്പോഴാണല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല, ആരും കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കില്ലല്ലോ.
പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് തുടയ്ക്കാൻ വേണ്ടി പോയതാ. കണ്ടോ, തുടയ്ക്കുമ്പോൾ വരെ അടങ്ങിയിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തുടയ്ക്കുന്നത് വരെ വേസ്റ്റാണ്. കാരണം ഇവരെല്ലാം പിന്നെ അതേപോലെ ആക്കിത്തരും. എൻ്റെ വായ്ക്ക് ഒരു റെസ്റ്റും ഉണ്ടാവില്ല. അവരോടൊന്ന് അടങ്ങിയിരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും. കളിച്ച് നടക്കുന്ന ടൈമിൽ ആരെങ്കിലും അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അടങ്ങിയിരിക്കുമോ? ഉച്ചയ്ക്ക് ഉപ്പേരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. ഇന്ന് തലവേദന ഉള്ളതുകൊണ്ട് തന്നെ വേഗം കുളിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് അടുത്ത പണിയും തുടങ്ങി. വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണ്ടേ? അപ്പം അരി കുതിർത്ത് വെച്ചിരുന്നു രാവിലെ. കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എളുപ്പമാണ്. അപ്പോൾ പിന്നെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ ചേർത്തപ്പോൾ ഞാൻ ചോറ് ചേർക്കാൻ മറന്നുപോയി. അരച്ച് നോക്കുമ്പോൾ എന്തോ ഒരു കുറവ്. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചോറ് ചേർത്തിട്ടില്ലാന്ന്. 1/2 കപ്പ് ചോറും കൂടി ചേർത്തിട്ട് പിന്നെ അടിച്ചെടുത്തു. അപ്പോൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കുമ്പോൾ ചൂടോടെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തത് അരി 1 കപ്പ്, ശർക്കര 1 കപ്പ്, ചോറ് 1/2 കപ്പ്, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ഏലക്ക, ഒരു പിഞ്ച് ഉപ്പ്, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെന്തായിരുന്നു, ബേക്കിംഗ് സോഡയും ഒരു 1/4 സ്പൂൺ. പിന്നെ വേണ്ടത് വഴറ്റാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തും ചെറുള്ളിയും. ആ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഒഴിച്ച ഉടനെ നല്ല ഫ്ലെയിം കുറച്ച് വയ്ക്കുക. പിന്നെ കുക്കറിൻ്റെ വിസിലും കൂടി എടുത്ത് മാറ്റുക കേട്ടോ. ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 10-12 മിനിറ്റ് മതി, അധികം വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് മക്കളൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. കണ്ടില്ലേ കുറേ പേപ്പേഴ്സ്. അത് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. പിന്നെ കലത്തപ്പം വെന്ത് കഴിഞ്ഞാൽ ആ മേലെ ബബിൾ വരും, മറ്റേ ആവി പോവില്ലേ, അതിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ തുറക്കരുത്, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു മാറ്റിയാൽ മതി. കണ്ടില്ലേ എന്ത് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു വൈകുന്നേരം. പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് പിന്നെയും പണി. രാത്രിത്തേക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആസ്വദിച്ച് കഴിക്കാൻ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്നത് ആസ്വദിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ ചില്ലി ചിക്കനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ കളറിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും മറന്നുപോയതാ. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഹോട്ടലിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നലുണ്ട്. അങ്ങനെ ചില്ലി ചിക്കൻ റെഡിയായപ്പോൾ ചപ്പാത്തിയും കൂടി റെഡിയാക്കിയിട്ട് നിങ്ങൾ വേഗം കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ വേറൊരു പണിയും കൂടി ഉണ്ടായിരുന്നു. നാളത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരയ്ക്കണമല്ലോ. അതും അരച്ചു വെച്ചു.
ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.